പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. പരമസുധാ നിൻ വചനമെൻ പരിചിൽ നിറയും നിൻമുഖശോഭ. ചാവിനായി നീ നൊന്തുവ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിനാലുള്ള പുതുക്കത്തിനായി ഒരുങ്ങുന്ന അനുഗ്രഹീതമായ കാലഘട്ടം. 10 ദിനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിനു വേണ്ടി മാറ്റിവെക്കുന്നത് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ഇപ്രകാരമുള്ള അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 10 ദിനങ്ങളെ ധന്യമാക്കി തീർക്കുന്നത്. 1, നമ്മുടെ കാത്തിരിപ്പാണ്. 2, പ്രാർത്ഥനയാണ്. 3, പുതുക്കമാണ്. അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥനയുടെ നിറവിൽ പുതുക്കം പ്രാപിക്കുന്നവരായി ഈ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ നമുക്ക് രൂപാന്തരം പ്രാപിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല സാഹചര്യം വളർത്തിയെടുക്കുവാൻ ഈ പെന്തിക്കൊസ്തി പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ നമുക്ക് ഗുണകരമായി ഭവിക്കണം. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ പാഴും ശൂന്യവുമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു എന്ന് നാം വായിക്കുകയാണ്. നിഷ്ഫലമായി പോയ, ക്രമം കെട്ടുപോയ, രൂപരഹിതമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അതിന് അടുക്കും ചിട്ടയും കൈവരികയാണ്. സത്യത്തിൽ ക്രമം കെട്ടുപോയ പ്രപഞ്ചത്തെ ക്രമപ്പെടുത്തിയതിന് ശേഷമാണ് യഹോവയായ ദൈവം സൃഷ്ടിയിലേക്ക് കടന്നു വരുന്നത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം എല്ലാത്തിനെയും ക്രമപ്പെടുത്തിയിട്ട് മനുഷ്യനാവശ്യമായ സകല ക്രമീകരണങ്ങളും ഈ പ്രപഞ്ചത്തിൽ വരുത്തി അവനു വേണ്ടി സകലതും ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ട് സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പ്രപഞ്ചത്തെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഈ വശ്യമനോഹരമായ പ്രപഞ്ചത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ കരവിരുതിനെ ഓർക്കുവാൻ കൂടി നമുക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി ദൈവം തന്ന ഈ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ഭൂമിക അത് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കാത്തിരിപ്പിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ, പ്രാർത്ഥനയുടെ നിറവിൽ നമ്മളിൽ രൂപാന്തരീകരണങ്ങൾ സംഭവിക്കാൻ, നന്മയ്ക്ക് അഭിമുഖമായി നമുക്ക് വളരാൻ, അങ്ങനെ ഒരു വലിയ ജീവിത നവീകരണത്തിലേക്ക് എത്തിപ്പെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കണം. പെന്തിക്കൊസ്തി പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും ബലഹീനതകളെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. ആശ്വാസദായകനായ സകലത്തെയും പരിപൂർണമാക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു തന്ന് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരമായിട്ട് തീരണം. സത്യത്തിൽ പ്രപഞ്ചത്തിൽ വെളിച്ചമുണ്ടാകുന്നതിന് മുമ്പേ ദൈവം പ്രപഞ്ചത്തെ ചിട്ടപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനത്താലാണ് ആദ്യത്തെ സൃഷ്ടി നടക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. എന്നാൽ വെളിച്ചമുണ്ടാകുന്നതിന് മുമ്പേ ഒരു ക്രമം, ഒരു ചിട്ട ഈ പ്രപഞ്ചത്തിന് ആവശ്യമാണ്. അതുകൊണ്ട്
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയ ആദിയിലെ ദൈവം പാഴും ശൂന്യവുമായിരുന്ന ഈ പ്രപഞ്ചത്തെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിൻ്റെ മേൽ വെളിച്ചത്തെ പകരുകയാണ്. സ്നേഹമുള്ളവരെ, ക്രമം കെട്ടുപോയ ജീവിതങ്ങളാണ് ഇന്ന് പലപ്പോഴും ആധുനികതയുടെ ശാപമായി നിൽക്കുന്നത്. നമ്മുടെ അസ്വസ്ഥതകളുടെയും പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും സങ്കീർണതകളുടെയും അടിസ്ഥാനപരമായ കാരണം പലപ്പോഴും ക്രമം കെട്ട ജീവിതമാണ്. ഒരു ക്രമീകൃതമല്ലാത്ത ജീവിതത്തിന്റെ ശൈലികളാണ് പലപ്പോഴും നമ്മെ അസ്വസ്ഥമാക്കി തീർക്കുന്നത്. സദാചാരവും ധാർമ്മികതയും തകർന്നുപോയ ജീവിതങ്ങൾ, ആദരവും ബഹുമാനവും സ്നേഹവും വറ്റിപ്പോയ മനുഷ്യ ജീവിതങ്ങൾ, പരസ്പര ആദരവും പരസ്പരാശ്രയ ബോധവും മൂല്യബോധവും നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ ഇടപെടലുകൾ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ, മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങൾ, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങൾ, എല്ലായിടത്തും ക്രമരാഹിത്യം നമ്മൾ കണ്ടെത്തുകയാണ്. വാക്കില് ക്രമമില്ലാതായി പോകുന്നു, നോട്ടത്തിൽ ചിട്ടയില്ലാതായി പോകുന്നു, സംസാരത്തിൽ നമുക്ക് മാന്യത പുലർത്താൻ സാധിക്കാതെ പോകുന്നു, ക്രമം കെട്ടുപോകുന്നു, ചിന്തകളിൽ അനുസരണം കെട്ടുപോകുന്ന ചിന്തകൾ നമ്മെ വലയ്ക്കുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ക്രമം കെട്ടുപോകുന്ന രൂപരാഹിത്യത്തിന്റെ ഭയാനകത നമ്മെ എല്ലാം വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ കാലഘട്ടത്ത്, ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിൽ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ, ക്രമം കെട്ടുപോയതിനെ എല്ലാം ഒന്ന് ക്രമീകൃതമാക്കി തീർക്കാൻ ദൈവത്തിന്റെ സഹായവും ദൈവശക്തിയും ദൈവകൃപയും പ്രാപിപ്പാൻ, അങ്ങനെ ജീവിതത്തെ ഒരു നല്ല പുതുക്കത്തിലേക്ക് ആനയിക്കാൻ ഈ അനുഗ്രഹീത ദിനങ്ങൾ മുഖാന്തിരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ നമുക്ക് പുതുക്കമുള്ളതാക്കി തീർക്കാം, പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കാം. കാത്തിരിപ്പിന്റെ അനുഗ്രഹീതമായ വേളകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ഒന്ന് ചിട്ടപ്പെടുത്താൻ, ഒരു നല്ല ശൈലിയിലേക്ക് ആനയിക്കാൻ, ഒരു പുതുമയിലേക്ക് കൊണ്ടുവരാൻ മുഖാന്തിരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.